അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശ്രേഷ്ഠത ചെറുതൊന്നുമല്ല. ലോകത്ത് അത്ര വലിയ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും നൽകിയിട്ടില്ല. ആ മുത്തുനബിയുടെ പോരിശ, ആ മുത്തുനബിയുടെ ഫള്, ആ മുത്തുനബിയുടെ ശ്രേഷ്ഠത എന്തുമാത്രം വലുതാണ് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസ് കാണാം. അല്ലാഹു ഇലാ ഈസ അലൈഹിസ്സലാം, അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാരിലെ പ്രമുഖനായ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാമിലേക്ക് ഒരവസരത്തിൽ അല്ലാഹു വഹി അറിയിക്കുകയാണ്. എന്താണ് ആ വഹി? യാ ഈസ ആമിൻ ബി മുഹമ്മദിൻ എന്നൊരു വാക്കാണ്. ഈസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണേ. വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈസ നബി അലൈഹിസ്സലാം എപ്പോഴാണ് ജീവിച്ചത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ദീനീ പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു അയച്ച നബിയാണല്ലോ ഈസ നബി അലൈഹിസ്സലാം. ആ ഈസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുകയാണ്, ആമിൻ ബി മുഹമ്മദിൻ, എൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്ന്. അള്ളാഹുവിൻ്റെ ഓർഡറാണ് ഈസ നബി അലൈഹിസ്സലാമിനോട്. എന്നിട്ടോ അള്ളാഹു പറയാണ്, വഅമുർ മൻ അദ്റകഹു മിൻ ഉമ്മതിക, നിങ്ങളെ സ്വീകരിക്കുന്ന, നിങ്ങളെ പറഞ്ഞതുപോലെ കേൾക്കുന്ന, അതേ നിങ്ങളെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോട് നിങ്ങൾ കൽപ്പിക്കണേ, അതേ മുത്തുനബിയെ വിശ്വസിക്കാൻ, മുത്തുനബിയെ ബഹുമാനിക്കാൻ, മുത്തുനബിയെ പിൻപറ്റാൻ, യുഅ്മിനു ബിഹി, ആ മുത്തുനബിയെ കൊണ്ട് വിശ്വസിക്കാൻ അവിടുത്തെ ഉമ്മത്തീങ്ങളോടും നിങ്ങൾ കൽപ്പിക്കണേ. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ അനുയായികളോടും നിങ്ങൾ കൽപ്പിക്കണേ. നോക്ക്, എന്തൊരു പോരിശയാണ്, എന്തൊരു ശ്രേഷ്ഠതയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ ശ്രേഷ്ഠത. ഇതിനേക്കാൾ അപ്പുറം പറയേണ്ടതുണ്ടോ? അല്ലാഹു ഈസ നബി അലൈഹിസ്സലാമിനോടും അവിടുത്തെ ജനതയോടും മുത്തുനബിയെ വിശ്വസിക്കണമെന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അവരോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. എന്തിനാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ മുമ്പ് വന്ന ഈസ നബി അലൈഹിസ്സലാമിനോടും അവിടുത്തെ ജനതയോടും മുത്തുനബിയെ കൊണ്ട് വിശ്വസിക്കാനെന്നല്ല പറയാനുള്ള കാരണമെന്തേ? അതേ വീണ്ടും അല്ല പറയാണ്, ഫലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തു ആദമ വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുൽ ജന്ന വലന്നാറ. എൻ്റെ ഹബീബായ മുഹമ്മദ് നബിയെ ഞാൻ പടക്കൽ ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആദം നബിയെ തന്നെ പടക്കൂലായിരുന്നു. പിന്നെയല്ലേ നിങ്ങൾ, അതേ ആദം നബി അലൈഹിസ്സലാം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ യാതൊരു അമ്പിയാക്കളുമില്ല, യാതൊരു ജനതയുമില്ല. ആദം നബി അലൈഹിസ്സലാമിനെ തന്നെ അല്ലാഹു പടക്കാനുള്ള കാരണം അത് മുത്തുനബിയെ ഇവിടെ വരാനുണ്ട്, മുത്തുനബിയെ ഇവിടെ ഞാൻ ലോകാവസാനമായി ഈ ഭൂമിയിലേക്ക് അയക്കാനുണ്ട്, മുത്തുനബി ഞാൻ സൃഷ്ടിക്കാനുണ്ട്, മുത്തുനബി ഞാൻ കൊണ്ടുവരാനുണ്ട് എന്ന ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഞാൻ ആദം നബി അലൈഹിസ്സലാമിനെ ഞാൻ ഇവിടെ പടച്ചിട്ടുള്ളത്. അപ്പോൾ ലോകത്തുള്ള ഏതൊന്നിനെയും പടക്കാൻ കാരണഭൂതർ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. മുത്തുനബി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒന്നിനെയും പടക്കൂലായിരുന്നു, നിങ്ങളെ തന്നെ ഞാൻ പടക്കൂലായിരുന്നു. അപ്പോൾ നിങ്ങളെ തന്നെ പടക്കാനുള്ള കാരണം ആ മുത്തുനബിയാണ്. അതുകൊണ്ട് ആ മുത്തുനബിയെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ അനുയായികളോടും നിങ്ങൾ പഠിപ്പിക്കണം. എന്നിട്ടല്ല പറഞ്ഞതാണ്, വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുൽ ജന്ന വലന്നാറ, ഞാനിവിടെ ജനങ്ങൾക്ക് വേണ്ടി സ്വർഗം പഠിച്ചത് എന്തിനാണ്? സ്വർഗം പഠിച്ചത്
അതേ മുത്തുനബിയെ പടക്കൂലായിരുന്നെങ്കിൽ ഞാൻ സ്വർഗം പടക്കൂലായിരുന്നു, നരകം പടക്കൂലായിരുന്നു, നരകത്തിന് ഞാൻ സൃഷ്ടിക്കൂലായിരുന്നു. ഇതുകൊണ്ട് മനസ്സിലാക്കാം, അതേ മുത്തുനബിയെ വിശ്വസിക്കുന്നവർക്കൊക്കെയും ഞാൻ സന്തോഷം നൽകും. അതാണ് സ്വർഗം. അതിനു വേണ്ടിയാണ് ഞാൻ സ്വർഗമൃഗത്തിന് ഞാൻ സൃഷ്ടിച്ചത്. മുത്തുനബിയെ ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഇവിടെ സ്വർഗം എന്തിനാണ്? മുത്തുനബിയെ വിശ്വസിക്കുന്ന, മുത്തുനബിയെ ഗൗരവിക്കുന്ന, മുത്തുനബിയെ ഹുബ്ബ് വെക്കുന്ന, മുത്തുനബിയെ ഇഷ്ക് വെക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്ക് വലിയ സന്തോഷം എനിക്ക് നൽകണം. അതിനു വേണ്ടിയാണ് ഞാൻ സ്വർഗം പടച്ചിട്ടുള്ളത്. അതേ സമയത്ത് നരകം എന്തിനാണ്? മുത്തുനബി ഇല്ലായിരുന്നുവെങ്കിൽ നരകത്തിനു ഞാൻ പടക്കൂലായിരുന്നു. പിന്നെന്തിനാണ് നരകത്തിനെ പഠിച്ചത്? അതേ മുത്തുനബി ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തുനബിയെ വിശ്വസിക്കാത്ത, മുത്തുനബിയെ ബഹുമാനിക്കാത്ത, മുത്തുനബിയെ ആരെല്ലാം പിൻപറ്റുന്നില്ലയോ അവരെ ഞാൻ ശിക്ഷിക്കും, അവരെ ഞാൻ വെറുതെ വിടൂല. അവർക്ക് വേണ്ടിയാണ് ഞാൻ നരകത്തിന് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് ഈ കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട ഒരു വിഷയമാണ്. അതേ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ ഈ വാക്കുകൾ എത്രമാത്രം ഗൗരവമുള്ള വാക്കുകളാണ്. അതുമാത്രം മതി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു എന്തുമാത്രം ഗൗരവം നൽകിയിട്ടുണ്ട്, എന്തുമാത്രം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, എന്തുമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുത്തനബിയെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ആ മുത്തനബിയെ സ്നേഹിക്കുക. ആ മുത്തനബിയെ സ്നേഹിച്ചാൽ അതേ സ്വർഗം നേടാൻ നമ്മളെ കൊണ്ട് സാധിക്കും. വളരെ ഗൗരവമുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ്. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഓർമ്മപ്പെടുത്തിയ വളരെ ഗൗരവമേറിയ ഒരു ഹദീസാണ്. മനസ്സിലാക്കുക, മുത്തുനബിയെ ഹുബ്ബ് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.